കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, പത്തനംതിട്ട ജില്ലാ ഘടകമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റ് നേതാക്കൾ ഇക്കാര്യത്തിൽ എന്തായാലും ചട്ടലംഘനം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും തീരുമാനം ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, പരാതി കൊടുക്കുക എന്നുള്ളത്? മനുഷ്യ പാർട്ടി ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ രാജു എബ്രഹാമിന്റെ അഭിപ്രായത്തോടുള്ള ഒരു തിരുത്തലോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് തന്നെ കരുതണം. രാജു എബ്രഹാം ഇന്നലെ ഇത് പറയുകയും ഇന്ന് വീണ്ടും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പരാതി നൽകുന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത്തരമൊരു നീക്കം CPM നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചരിത്രപരമായി തന്നെ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ CPM-ന്റെ കേരളത്തിലെ ചരിത്രവുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായ എല്ലാ നീക്കങ്ങൾക്കെതിരെ സമരം നടത്തുകയും പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇന്നിപ്പോൾ ഒരു പാട്ടിൻ്റെ പേരിൽ, അത് സാങ്കേതികമായി അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, അത് മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് വരുന്നത്. കാലാകാലങ്ങളായി പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്കെല്ലാം വിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഭാവിയിലടക്കം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുമ്പോഴെല്ലാം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു നിലപാട് കൂടിയാണ് ഇപ്പോൾ രാജു എബ്രഹാം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എടുത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യമൊക്കെ ഇടതുപക്ഷക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഇതിനെ തള്ളിപ്പറയും എന്നുള്ളതാണ്. പക്ഷേ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്ന് വീണ്ടും രാജു എബ്രഹാം പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, ആ തരത്തിൽ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നു, ആലോചിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു പാട്ട് ഇറങ്ങുന്നു, ആ പാട്ടിനെ ഈ പാട്ടിൻ്റെ ഒരു തവണ മാത്രമല്ല പലതവണ ഈ പാട്ടിൻ്റെ പല തരത്തിലുള്ള പാരഡികൾ എത്രയോ തവണ ഇറങ്ങിയിട്ടുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാരഡിയായിട്ട് നാദിർഷാ രചിച്ച് നാദിർഷായും കലാഭവമണിയും ചേർന്ന് പാടിയ ചില പാട്ടുകളൊക്കെ ഇപ്പോൾ സജീവമായി കോൺഗ്രസ്സുകാരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് കരുണാകരൻ്റെ കാറിൻ്റെ സ്പീഡിനെ കുറിച്ച് വളരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. അന്ന് മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞ് മന്ത്രിയെ അയ്യപ്പ പയ്യപ്പോ എന്ന് പറഞ്ഞുള്ള ആ പാട്ടൊക്കെ വളരെ ഹിറ്റായതാണ്. ആ സമയത്തൊന്നും ആരും ഈ പാട്ടിൽ ഏതെങ്കിലും തരത്തിൽ അത് അയ്യപ്പനെ അവഹേളിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഈ ചട്ടലംഘനത്തിനപ്പുറം ആദ്യം പറഞ്ഞ വാക്കുകളാണ്, രാജു എബ്രഹാമിൻ്റെ ആദ്യം പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും അദ്ദേഹം പറഞ്ഞത് അയ്യപ്പനെ കുറിച്ച് ഇങ്ങനെ ഒരു ഈ അപകീർത്തികരമായി ചിത്രീകരിക്കുമ്പോൾ വല്ലാത്ത വ്യസനം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു പാട്ടാണ്, ഏതു മതത്തിൻ്റെതായാലും ഭക്തിഗാനങ്ങളിലൊന്നും പാരഡി ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നു. ഈ ഭക്തിഗാനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ഹിറ്റ് ഗാനങ്ങൾക്കും പാരഡി പാട്ടുകൾ അത് പലതരത്തിൽ അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത്, നാട്ടിൻപുറങ്ങളിലല്ലാതെ പ്രചരിപ്പിച്ചത്, നാട്ടിലൊക്കെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ എല്ലാ കാലത്തും ഇത്തരം പാരഡി പാട്ടുകൾ ഒരു കാലത്ത് വലിയ ഹിറ്റായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും താഴെത്തട്ടിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മുതൽ സ്വന്തം നിലയിൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുകയും ആ പാട്ടുകളൊക്കെ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചും അവരുടെ പാർട്ടിയെക്കുറിച്ചും എതിർ പാർട്ടികളെ കളിയാക്കുന്നതിനെ കുറിച്ചുമൊക്കെ അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല CPM-കാരും BJP-കാരും ലീഗുകാരും CPI-കാരും എല്ലാ പാർട്ടികളും ഏറെയും കുറഞ്ഞുമൊക്കെ ഇത്തരം പാട്ടുകളൊക്കെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. കിരൺ, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇതേക്കുറിച്ചുള്ള വാർത്തകൾ, അന്വേഷണം, ഇതെല്ലാം ഇത്തവണ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്ന് CPM വിലയിരുത്തി കഴിഞ്ഞു ഇതിനകം തന്നെ. അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ആയിരിക്കില്ല എങ്കിലും അതിൻ്റെ ഒരു ആദ്യ സൂചന തന്നെയല്ലേ ഇപ്പോൾ ഈ പാട്ടിനെതിരെ കാണിക്കുന്ന ഈ അസഹിഷ്ണുത? അത് അസഹിഷ്ണുത എന്ന വാക്ക് തന്നെ ഇതിന് ഉപയോഗിക്കേണ്ടി വരും. അസഹിഷ്ണുത എന്ന് മാത്രമല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധത എന്നുകൂടി പറയേണ്ടി വരും. ഇതിന് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ വലിയ വില പല ഇടതുപക്ഷത്തിന് നേരെ നൽകേണ്ടി വരും എന്നതുകൂടിയാണ്. കാരണം പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം IFFK സിനിമയുടെ അനുമതി നിഷേധിക്കുമ്പോഴടക്കം അവിടെ DYFIയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഇതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഈ സിനിമയെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നോ മതപരമായ ചിഹ്നങ്ങളെന്നോ അതെല്ലാം സാങ്കേതികമായ വിഷയങ്ങളാണ്. അല്ലാതെ ഈ ഒരു പാട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതല്ല. ശബരിമല സ്വർണ്ണ പാളി മോഷണ വിഷയം പാട്ടിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പ്രസംഗ രൂപത്തിൽ കേരളത്തിലെ UDF-ന്റെ നേതാക്കളെല്ലാം തന്നെ താഴെത്തട്ടിലെ നേതാക്കൾ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വരെ പല തവണ ആവർത്തിച്ചാണ് തെരഞ്ഞെടുപ്പിൽ അവർ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു പാട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിച്ചതും അത് സ്വർണ്ണപ്പാളി മോഷണം പ്രധാന വിഷയമായി തന്നെയാണ് ഉന്നയിച്ചത്. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയൊക്കെ ഇത് പ്രസംഗ രൂപത്തിൽ അവരെല്ലാം പറയാം, പക്ഷേ പാട്ട് രൂപത്തിലാവുമ്പോൾ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉന്നയിച്ച എല്ലാ പ്രസംഗങ്ങളും VD സതീശൻ മുതൽ ഏറ്റവും താഴെത്തട്ടിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കളുടെ പ്രസംഗത്തിനെതിരെയെല്ലാം ഈ സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിക്കേണ്ടി വരും. അവിടെ എല്ലാം മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അതങ്ങനെയല്ല. പക്ഷേ ഇവിടെ ശബരിമലയിൽ ഒരു മോഷണം ഉണ്ടാകുന്നു, ആ മോഷണത്തിനെതിരെ കേസ് ഉണ്ടാകുന്നു. ആ കേസിൽ സുപ്രധാനമായ കുറ്റാരോപിതരുടെ പട്ടികയിൽ നിൽക്കുന്നത് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണ്. CPM-ന് അനുഭാവിയും മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുടെ വളരെ അടുത്ത
വ്യക്തി എന്ന നിലയ്ക്കൊക്കെ പ്രാധാന്യമുണ്ടായിരുന്നു. പണ്ട് CPM-ന്റെ പഞ്ചായത്ത് മെമ്പറൊക്കെ അടക്കമായിരുന്ന N. വാസുവാണ്. അങ്ങനെ CPM ആണ് കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്. ആ കാലത്തുണ്ടായ അഴിമതി, അതിന് ഇവരാരും സ്വർണം കട്ടുവെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അതിൽ കുറ്റാരോപിതരായി നിൽക്കുന്നത്, ഇപ്പോൾ അന്വേഷണം നേരിടുന്നത്, ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്, ഇതെല്ലാം ഇടതുപക്ഷ നേതാക്കളാണ്. സ്വാഭാവികമായും അത് ഏതു പക്ഷമായാലും ആ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കിരൺ. ഇതിൽ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ ഒരു ഭാഗമായിരിക്കും മിക്കവാറും ഭയപ്പെടുത്തിയിരിക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാകാൻ കാരണമായിരിക്കുന്നത്.